ഹലോ ഫ്രണ്ട്സ്, ഇതേ ഇന്ന് നമുക്ക് നല്ല മൊഞ്ചുള്ള ചിക്കൻ കറിയല്ല, അതിനത് തിളച്ചെടുക്കുന്ന എണ്ണയിലേക്ക് നമ്മളെ സവാള നീളത്തിനരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാവേ. ഈ എണ്ണയെന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി വന്ന എണ്ണ കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്, ഫസ്റ്റ് ചിക്കൻ പൊരിക്കും, പിന്നെ ബാക്കി എണ്ണ വരണമെങ്കിൽ അതിൽ തന്നെ കറിയും വെക്കും കേട്ടോ. എണ്ണയും അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ പാഴാക്കാറില്ലേ. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ള നല്ല എരിവാണ്. എന്നിട്ട് കുറച്ച് ബാക്കി നമ്മുടെ കാശ്മീരി മുളക് പൊടിയില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതേപോലെ വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു കുക്കറിനകത്ത് ആവശ്യത്തിനുള്ള നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ ചിക്കനിലും മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല ഇളക്കി സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു 10-30 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കെ അത് കഴിഞ്ഞ് ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് പെട്ടെന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 4-5 ഫിസിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ ചിക്കനല്ല പെട്ടെന്ന് വെന്തോ കേട്ടോ. നാടൻ ചിക്കനാണെങ്കിൽ കുറച്ചും കൂടി കുഴപ്പമില്ല ഇരുന്ന് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കടുവും കൂടെ താളിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിലിങ്ങനെ വെള്ളം ഉറങ്ങുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കപ്പേൻ്റെ കൂടെ, ചപ്പാത്തീൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവേ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ കുട്ടാപ്പി കഴിച്ചു നോക്കുന്നുണ്ട്. ഓന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. ടാറ്റാ ബൈ.